രാജ്യസഭാ സീറ്റിനെ ചൊല്ലി ഇടതുമുന്നണിയിൽ പ്രതിസന്ധിയാണെന്നും പ്രതിസന്ധി രൂക്ഷമാണെന്നുമൊക്കെ ചില കോണുകളിൽ നിന്നും വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് മനഃപൂർവ്വമാണ്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് മുന്നണി വിടുമോ എന്ന ചർച്ചയും സജീവമാക്കിയത് കോൺഗ്രസിൻ്റെ ജാള്യത മറയ്ക്കാനാണ്. ഇടതുമുന്നണിയിൽ നിന്നും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ പുറത്ത് ചാടിച്ച് UDFിലെത്തിക്കുകയാണ് ഈ പ്രചാരണങ്ങൾക്ക് പിന്നിലെന്ന് അരിയാഹാരം കഴിക്കുന്നവർക്കറിയാം. അതുമാത്രമല്ല, കോൺഗ്രസിൻ്റെ മുഖപത്രമായ വീക്ഷണത്തിൽ പോലും അവരെ UDFിലേക്ക് ക്ഷണിച്ചുകൊണ്ട് മുഖപ്രസംഗവും വന്നു. ജൂലൈയിൽ കാലാവധി അവസാനിക്കുന്ന ജോസ് കെ മാണിയും ബിനോയ് വിശ്വവും ഇടതുമുന്നണിക്ക് ലഭിക്കാവുന്ന 2 സീറ്റിൽ ഓരോന്നും അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. അത് പ്രതിസന്ധിയാക്കി ചിത്രീകരിച്ച് മാണി ഗ്രൂപ്പിലെ അണികളെയും നേതാക്കളെയും ഇളക്കി വിടുകയാണ് ഈ വ്യാജ പ്രചാരണത്തിലൂടെ കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. ഈ 2 സീറ്റിൽ ഒരെണ്ണം CPM എടുക്കാൻ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ രണ്ടാമത്തെ സീറ്റ് CPIക്ക് കൊടുക്കുമോ അതോ കേരള കോൺഗ്രസ്സിന് കൊടുക്കുമോ എന്ന ചോദ്യമാണ് ആശയക്കുഴപ്പമുണ്ടാക്കുന്നത്. ഇത് പരമാവധി പ്രവർത്തകർക്കിടയിൽ ആളിക്കത്തിക്കുകയാണ് ലക്ഷ്യം. കേരള കോൺഗ്രസ്സിന് രാജ്യസഭാ സീറ്റ് നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. പാർട്ടി ചെയർമാൻ കൂടിയായ ജോസ് കെ മാണിയുടെ കാലാവധി തീരുന്ന സാഹചര്യത്തിൽ ഒഴിവുവരുന്ന സീറ്റിലേക്ക് ജോസ് കെ മാണിയെ തന്നെ പരിഗണിക്കണമെന്നാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ആവശ്യപ്പെടുന്നത്. CPIയും ഇതേ ആവശ്യവുമായി സമ്മർദ്ദം തുടരുന്നു. പക്ഷേ ഇപ്പോൾ തന്നെ CPIക്ക് രാജ്യസഭയിൽ പ്രാതിനിധ്യമുണ്ട്. ഇല്ലാത്തത് മാണി ഗ്രൂപ്പിനാണ്. ഈ സാഹചര്യത്തിൽ മാണി ഗ്രൂപ്പിന് സീറ്റ് കൊടുക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ ദിവസം കോട്ടയത്ത് ചേർന്ന പാർട്ടി സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ ഇടതുമുന്നണിയുടെ ഭരണത്തുടർച്ചയ്ക്ക് വഴിയൊരുക്കിയത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പാണെന്നും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അത് പ്രതിഫലിക്കുമെന്നും ജോസ് കെ മാണി പറഞ്ഞിരുന്നു. എന്നാൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് നടത്തിയ അവലോകന യോഗത്തിൽ വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളുടെ പട്ടികയിൽ കോട്ടയം മണ്ഡലത്തെ ഉൾപ്പെടുത്തിയിരുന്നില്ല. ഇതിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ നേതൃത്വം ആശങ്ക രേഖപ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെ CPM ജില്ലാ കമ്മിറ്റി നടത്തിയ അവലോകന യോഗത്തിൽ കോട്ടയം സീറ്റിൽ വിജയിക്കുമെന്നാണ് റിപ്പോർട്ട് ചെയ്തതെങ്കിലും BDJ സ്ഥാനാർത്ഥിയുടെ വരവോടെ ചില മേഖലകളിലെങ്കിലും ഇടതു വോട്ടിൽ ചോർച്ചയുണ്ടായോ എന്ന സംശയം പാർട്ടിയിലെ ചില നേതാക്കൾ പങ്കുവച്ചു. അതേസമയം കോൺഗ്രസ് ചിന്തിക്കുന്നത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ കൂടെ കിട്ടിയാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അനായാസ വിജയം നേടാൻ കഴിയുമെന്നാണ്. UDF നേതൃത്വത്തിൻ്റെയും വിലയിരുത്തൽ അതാണ്. ഇത് CPM നേതൃത്വം മനസ്സിലാക്കുമെന്നും ഇതറിഞ്ഞുള്ള സമീപനം CPM നേതൃത്വം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനോട് സ്വീകരിക്കുമെന്നുമാണ് നേതാക്കളുടെ പ്രതീക്ഷ.